എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് സദ്യ സ്പെഷ്യൽ പൈനാപ്പിൾ പച്ചടി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാനിപ്പോൾ പകുതി പൈനാപ്പിളാണ് എടുത്തിട്ടുള്ളത്. തോലൊക്കെ എടുത്തിട്ട് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. പിന്നെ പൈനാപ്പിളിൻ്റെ നടുവിൽ നല്ല കട്ടിയുള്ളൊരു ഭാഗം ഉണ്ടാവില്ലേ, അത് കട്ട് ചെയ്തിട്ട് മാറ്റിക്കളയാം. അതെടുക്കണ്ട. ഇനി ഒരു പകുതി തേങ്ങ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അതിന് ശേഷം ഒരു പച്ചമുളക്, 1/2 ടീസ്പൂൺ കടുക്, ഇത് രണ്ടും കൂടിയിട്ട് ഒന്ന് റഫായിട്ടൊന്ന് അരച്ചെടുക്കാം. ഒരുപാട് നൈസായിട്ട് അരയ്ക്കാൻ പാടില്ല. തൈര് കുറച്ച് പുളി ഉണ്ടാവണം. പിന്നെ ഒരുപാട് പുളിയാണെങ്കിൽ അതിനനുസരിച്ച് കുറച്ചൊഴിച്ചാൽ മതി. ഇതുപോലെ നന്നായിട്ടൊന്ന് അടിച്ചിട്ട് മാറ്റി വയ്ക്കാം. ആദ്യം നമുക്ക് പൈനാപ്പിൾ വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ കുക്കറിലാണ് വേവിക്കുന്നത്, അപ്പോൾ വേഗം തന്നെ വെന്ത് കിട്ടും. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണിനും കുറവ് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് വെള്ളമൊഴിച്ചിട്ട് വേവിച്ചെടുക്കാം. തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക്, 1/2 ടീസ്പൂൺ കടുക് കൂടി ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഒരുപാട് നൈസായിട്ട് അരയ്ക്കരുത്. ഇതേപോലെ ഒന്ന് റഫായിട്ട് അരച്ചെടുത്താൽ മതി. ഇപ്പോൾ പൈനാപ്പിൾ വെന്തോ നോക്കാം. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി വീണ്ടും ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം, ഈ പൈനാപ്പിൾ നല്ല മധുരമാണ്, അത് കാരണം കൊണ്ട് ഞാൻ ഒരു അച്ച് ശർക്കരയുടെ പകുതി ഇടണുള്ളൂ. പൈനാപ്പിൾ പുളിയാണെങ്കിൽ നമ്മൾ ഈ ഒരു അച്ച് ശർക്കര ഇടാം. അതുപോലെ തന്നെ പൈനാപ്പിൾ വേവിക്കുമ്പോഴേ ഈ ഒരു അച്ച് ശർക്കര ഇട്ടിട്ട് വേവിക്കാം. നന്നായിട്ട് തിള വന്നതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. മിക്സി ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ചേർക്കാം. നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കറിവേപ്പില, നന്നായിട്ട് തിളച്ചതിന് ശേഷം തൈര് ഒഴിക്കാം. തൈര് നോക്കിയിട്ട് ഒഴിക്കണം. ഒരുപാട് പുളിയാണെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് ഒഴിച്ചാൽ മതി. നമ്മൾ തൈര് ഒഴിച്ച് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. പുളിപ്പ് കുറവാണെങ്കിൽ കുറച്ചും കൂടി ഒഴിക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. തൈര് ഒഴിച്ചതിന് ശേഷം ഒരുപാട് നേരം തിളയ്ക്കാൻ പാടില്ല. ഒന്ന് ഇതേപോലെ തിള വന്നതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് വറുത്തിടാം. വറുത്തിടാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കടുക്, ഉണക്കമുളക്, കറിവേപ്പില, തീ ഓഫ് ചെയ്യാം. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കണ പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത്രയുള്ളൂ നമ്മുടെ പൈനാപ്പിൾ പച്ചടി റെഡിയായി. ഇത് ഓണം സദ്യ സ്പെഷ്യൽ റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കൂ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ കാണാം.